ജന്മിത്വം കൊടികുത്തിവാണ കാലം, സാധാരണക്കാരന്റെ ശബ്ദം കേൾക്കാത്ത ഭരണകൂടങ്ങൾ. എന്നാൽ 69 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1957 ഏപ്രിൽ 5-ന് കേരളം ലോകത്തിന് മുന്നിൽ ഒരു പുതിയ ചരിത്രം രചിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ലോകത്തെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തെയും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ബാലറ്റ് പേപ്പറിലൂടെ അധികാരമേറ്റു. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ പൊതു തിരഞ്ഞെടുപ്പ്. കൊച്ചിയിൽ പ്രസിഡന്റ് ഭരണം നിലവിലുള്ളപ്പോഴായിരുന്നു ഐക്യ കേരള രൂപീകരണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം പുതുതായി രചിച്ച സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചു. ജനുവരി 28 മുതൽ മാർച്ച് 11 വരെ നീണ്ട പോരാട്ടം. 126 സീറ്റുകളിലായിരുന്നു വോട്ടെടുപ്പ്. ഫലം വന്നപ്പോൾ കോൺഗ്രസ് 43 സീറ്റുകളിൽ ഒതുങ്ങി. 60 സീറ്റുകൾ നേടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 5 സ്വതന്ത്രരുടെ കൂടി പിന്തുണയോടെ പാർട്ടി അധികാരം ഉറപ്പിച്ചു. കേരള രാഷ്ട്രീയത്തിലെ വമ്പന്മാരുടെ പതനത്തിനും ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു. മുൻ മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ ചാലക്കുടിയിലും കെ കരുണാകരൻ തൃശൂരിലും പരാജയപ്പെട്ടു. അതേസമയം EMS നമ്പൂതിരിപ്പാടും സി അച്യുതമേനോൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മികച്ച വിജയം നേടി. CPI ദേശീയ കൗൺസിൽ യോഗം EMSനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു. ഏപ്രിൽ 5-ന് ഗവർണർ B രാമകൃഷ്ണ റാവുവിന് മുന്നിൽ 11 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സി അച്യുതമേനോൻ, TV തോമസ്, KR ഗൗരിയമ്മ, VR കൃഷ്ണയ്യർ, KC ജോർജ്, KP ഗോപാലൻ, TA മജീദ്, PK ചാത്തൻ മാസ്റ്റർ, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, ഡോക്ടർ MR മേനോൻ എന്നിവരായിരുന്നു മന്ത്രിമാർ. ചുരുങ്ങിയ കാലം കൊണ്ട് ഈ സർക്കാർ കേരളത്തിന്റെ ഭൂപടം മാറ്റിവരച്ചു. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ ബിൽ, മിനിമം വേതനം, ആരോഗ്യരക്ഷാ പദ്ധതികൾ, സാധാരണക്കാരന്റെ ജീവിതത്തെ തൊട്ടുതലോടുന്ന നിരവധി നിയമങ്ങൾ സഭ പാസാക്കി. ശങ്കരനാരായണൻ തമ്പി പ്രഥമ സ്പീക്കറായി സഭയെ നയിച്ചു. പുന്നപ്ര വയലാറിലെ രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം തുടങ്ങിയ ആ യാത്ര ആധുനിക കേരളത്തിന്റെ അടിസ്ഥാന ശിലയായിരുന്നു. ജന്മിത്വത്തിന്റെ ഇരുട്ടിൽ നിന്ന് കേരളത്തെ ജനാധിപത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ച ആ ദിനം ചരിത്രത്തിൽ തങ്കലിപികളാലാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്.